ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ സന്ധി സംഭാഷണത്തിനാട്ടോ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും പാകിസ്ഥാനിലും വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ അല്ലെങ്കിൽ പൊതുവെ ആൾക്കാരൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഒരു സന്ധി സംഭാഷണം ഒട്ടും എന്താ പറയുക, ഒരു സംഭവമാക്കാതെ അല്ലെങ്കിൽ ഒട്ടും ഞങ്ങളെ കൊണ്ട് വേണമെങ്കിൽ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മറു പാർട്ടിയായിട്ടുള്ള ഇറാൻ തന്നെയാണ്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരു സന്ധി സംഭാഷണമാണ്, അല്ലെങ്കിൽ അമേരിക്ക കാല് പിടിച്ചതുകൊണ്ട് ഞങ്ങളൊന്ന് വന്നേക്കാം എന്ന് മാത്രമുള്ള ലാഘവത്തോടെ വന്നിട്ടുള്ള ഒരു സന്ധി സംഭാഷണം. ഇപ്പോൾ ഇന്നലെ പുലർച്ചെ സമയത്ത് ഏകദേശം തന്നെ അബ്ബാസ് അറാച്ചി അടങ്ങുന്ന ഇറാൻ്റെ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ഇറാൻ്റെ സംഘത്തിലുള്ള ആളുകളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അമേരിക്കയുടെ സൈഡിൽ നിന്ന് ആരൊക്കെ വന്നത് എന്നുള്ള ഡീറ്റെയിൽസും ഒക്കെയാണ് ഈ കാണിക്കുന്നത്. അതായത് ഇറാൻ്റെ സൈഡിൽ നിന്ന് അവരുടെ പാർലമെൻ്ററി സ്പീക്കർ മുഹമ്മദ് ബാഖർ ഉണ്ട്, അബ്ബാസ് അറാച്ചി ഉണ്ട്, മാച്ചി തക്കത്ത് ഉണ്ട്, ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്ററാണ്. പിന്നെ മുഹമ്മദ് ബാഖർ സൊൽഖത്തർ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി. ഇത്ര പേര്. അമേരിക്കയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത് JD വാൻസ്, സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാഡ് കുഷ്ണർ, അതുപോലെ തന്നെ ബ്രാഡ് കൂപ്പർ. ഇത്രയും പേരാണ്. പിന്നെ പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് ജയസ ഷെരീഫ് ഉണ്ടാവും, അസീം മുനീർ ഉണ്ടാവും, ഇഷാഖ്ദാർ ഉണ്ട്, പിന്നെ മുഹമ്മദ് അസീം മാലിക്. ഇത്ര പേരാണ് ഇതിൻ്റെ ടേബിളിലോട്ട് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. മിക്കവാറും ഫേസ് ടു ഫേസ് ആവാനൊരു ചാൻസും ഇല്ല. അതായത് പാകിസ്ഥാൻ പ്രതിനിധികളായിട്ടുള്ള കാര്യങ്ങൾ പറയും, അവർ തിരിച്ചപ്പുറത്ത് പറയും, അവരിങ്ങോട്ട് പറയും, ഇവിടുന്ന് ഇങ്ങോട്ട് പറയും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ. കഴിഞ്ഞ ഒമാനിൽ നടന്ന ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പാറ്റേൺ അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം ഈ ഒരു ചർച്ചയും മുന്നോട്ട് പോകുന്നത്. ഈ ചർച്ച മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ട്രംപ് തോന്നിയ പോലെ പോസ്റ്റുകൾ അവിടെ നിന്നുണ്ട്. രണ്ടെണ്ണം അടിച്ചിട്ടാണോ അല്ലെങ്കിൽ കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണോ നമുക്കറിയില്ല. പോസ്റ്റുകൾ ട്രംപ് തിരിച്ചും മറിച്ചും പോസ്റ്റ് ഇടുന്നുണ്ട്. ട്രംപ് പറയുന്നത് ഇറാൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ഇറാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇറാൻ എന്ന രാജ്യം ഇപ്പോഴും നിൽക്കുന്നത് ഈ ഒരു നെഗോസിയേഷന് വേണ്ടി മാത്രം ഞാൻ വെച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ അവരെ എപ്ലൈ തീർത്തേനെ എന്നുള്ള വിടവായിത്തരം. അതായത് തോറ്റ അമ്പിയിട്ടിരിക്കുന്ന ചില ഭ്രാന്തന്മാരുണ്ടാവുമല്ലോ, ഒന്നും പറയാനില്ല, ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ. അതായത് ട്രംപ് എന്തെങ്കിലും പറയാം, ട്രംപ് പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ വിചാരിക്കുന്ന ആ പോട്ടനെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്നുള്ള അവസ്ഥയിൽ വെറും ഒരു ഊച്ചാളിയായി മാറിപ്പോയി ട്രംപ്. വേറെ പോസ്റ്റ് വന്നതാ, ഇറാനിയൻ ഡസ് നോട്ട് സീംസ് ടു റിയലൈസ് ദേ ഹാവ് നോ കാർഡ്സ് അതർ ദാൻ എ ഷോർട്ട് ടേം extortion of the world by using international waterway. The only reason they are alive today is to negotiate. അതായത് ഇറാൻ അറിയില്ല അവരുടെ കയ്യിൽ ട്രംപ് കാർഡ് ഒന്നും ഇല്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ ഇറാൻ്റെ കയ്യിലാണ് ഏറ്റവും വലിയ ട്രംപ് കാർഡ്. ഇപ്പം ലോകത്തിലുള്ള ഏറ്റവും വലിയ ട്രംപ് കാർഡ് ഇറാൻ്റെ കയ്യിലാണ്. ആ കാർഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ അവരുടെ പിന്നാലെ നിൽക്കുന്നതും. ഈ പറഞ്ഞ നാറ്റോ അടക്കമുള്ള സകല രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള, അല്ലെങ്കിൽ ഇസ്രായേൽ, ഈ പറഞ്ഞ അമേരിക്ക, ഈ പറഞ്ഞ സകല രാജ്യങ്ങൾ ഇറാൻ്റെ പിന്നിൽ നിൽക്കാനുള്ള ഒരേ ഒരു കാരണം ആ ട്രംപ് കാർഡ് അവരുടെ കയ്യിലാണ്. അല്ലാണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിൽ ഒരു ട്രംപും ഇല്ല, അല്ലെങ്കിൽ ഒരു ട്രംപ് കാർഡും ഇല്ല. തോറ്റ അപ്പിയിട്ടിരിക്കുന്ന ഒരു പടുക്കിളവ് മാത്രമാണ് അയാളൊന്നും. അയാൾക്ക് അല്ലെങ്കിൽ അയാൾ ശൗര്യം ചെയ്തുകൊണ്ട് നടക്കുന്ന മറ്റൊരു ഊളയാണ്, അല്ലെങ്കിൽ ഒരു തന്തയില്ലാത്തവനാണ് നെതന്യാഹു എന്നുള്ളത് ഇപ്പോൾ ലോകത്തിന് എല്ലാവർക്കും വരാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ നെതന്യാഹു കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങൾ ഇത്രയും കാലം മിണ്ടിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് അറബികളല്ലാത്ത എല്ലാവരും ഇപ്പം അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചോ? അത് അറബികൾ ഇതുവരെ ഈ പറഞ്ഞ ഇസ്രായേലിനെതിരെ മിണ്ടിയിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഈ ഊള ഷെയ്ഖുമാരൊരു ഒറ്റ എണ്ണം തുറന്ന് സംസാരിച്ചിട്ടില്ല. പകരം നാറ്റോ രാജ്യങ്ങളടക്കം, അമേരിക്കയിലെ തന്നെ ഒരു വലിയ വിഭാഗം അടക്കം, ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ 195 രാജ്യങ്ങളുണ്ടെങ്കിൽ അതിൽ 180ഓളം രാജ്യങ്ങൾ ഇവർക്കെതിരെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്, അറബികളല്ലാത്ത. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ഇഷ്ടം. ഇനി അതല്ലാതെ ചില അപ്ഡേറ്റുകൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളത്, അമേരിക്കൻ രഹസ്യാന്വേഷണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സർവേ അല്ലെങ്കിൽ അവരുടെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അത് വാൾ സ്ട്രീറ്റ് ജേർണലിലും അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസിലും ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇറാൻ്റെ രഹസ്യ അറകൾ, അതായത് ഇറാൻ്റെ മിസൈൽ രഹസ്യ അറകൾ ഒന്നും തന്നെ ഇതുവരെ പറ്റിയിട്ടില്ല. അമേരിക്ക കുറേയൊക്കെ എന്താ പറയുക, ഭൗമാന്തരീക്ഷം അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഭൂമിയുടെ മുകളിലുള്ള കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇറാന് പരിക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇറാൻ്റെ കുറേ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളൊക്കെ തകർത്തിട്ടുണ്ട്. ഇതൊക്കെ എന്നല്ലാണ്ട് അമേരിക്കയ്ക്ക് ഇതുവരെ തൊടാൻ കഴിഞ്ഞിട്ടില്ല ഇറാൻ്റെ യഥാർത്ഥ ശക്തി എന്നാണ് പറയുന്നത്. ഇവിടെ മേലെ കൂടെ ഹെലികോപ്റ്റർ പോണ സൗണ്ടാണ്, ഇതിനിടെ കൂടെ അത് വന്നുകൊണ്ടിരിക്കും. ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് ഇവിടെ എപ്പോഴും ഫൈറ്റർ ജെറ്റുകളൊന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഇവിടെ പരീക്ഷണ പറത്തലുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ്. ബാംഗ്ലൂരെ ഒരു സ്പേസാണിത്. ഇപ്പോൾ HAL നമ്മുടെ HALൻ്റെ തൊട്ടടുത്ത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾ അവരുടെ പരീക്ഷണ പറക്കലുകളും അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസിങ് സെക്ഷൻസ് ഒക്കെ എപ്പോഴും ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ നോക്കിയാൽ കാണാം വലിയ ഫൈറ്റർ ജെറ്റുകൾ പോകുന്നത്. അതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തലയിൽ അടിച്ച് കയറും. അത്രയും സൗണ്ടായിരിക്കും. അത് ഡെയിലി ഒന്നെങ്കിലും അങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന കാണാം, ബ്ലാക്ക് കളറിൽ. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഇറാനിൽ നടക്കുന്നത്, അമേരിക്കയിൽ ഇസ്രായേലിൽ നടക്കുന്ന സാധനം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മേലെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സൗണ്ട് ആയിരിക്കാം, അത്രയും ഭയങ്കര സൗണ്ട്. ഓക്കെ, നമ്മൾ അപ്പം വിഷയത്തിലോട്ട് വരാം. അപ്പോൾ രഹസ്യ മിസൈൽ ശേഖരം ആക്രമണങ്ങൾ ഇറാൻ്റെ സൈനിക ശേഷിയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും
ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്നും അവരുടെ ഭൂഗർഭ അറകളിൽ സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ട് എന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ വിലയിരുത്തൽ. ഏകദേശം 1000-ലധികം ഇടത്തരം ദൂരപരിധിയുള്ള മിസൈലുകൾ അതിൽ വേറെ വരുന്നുണ്ട്. അതല്ലാണ്ട് ഈ കൊറംഷെയർ പോലത്തെ എന്താ പറയുക, ഈ കസീം പോലത്തെ, ഖാദർ പോലത്തെ ഒക്കെ വലിയ വലിയ മറ്റ് മിസൈലുകളൊക്കെ എവിടെയാണ് അവർ അകത്തി വെച്ചതെന്ന് പോലെ അതിൻ്റെ ഒക്കെ ഒരു വലിയ ശേഖരം ഇപ്പോഴും റെഡി ആയിട്ടിരിക്കുകയാണ്, എപ്പം വേണമെങ്കിലും ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറാൻ്റെ പല മിസൈൽ ലോഞ്ചറുകളും തകർക്കപ്പെട്ടിട്ടില്ല, മറിച്ച് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയോ ഒളിപ്പിക്കുകയോ ചെയ്തിരിക്കുകയാണ് എന്നാണ് ഈ ഒരു എന്താ പറയുക, അതിപ്പോഴും പ്രവർത്തനക്ഷമമാക്കാൻ ഇറാന് വളരെ ക്വിക്കായിട്ട് സാധിക്കും എന്നാണ് ഈ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, സൈനിക നഷ്ടത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇറാൻ്റെ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും വലിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഇറാൻ്റെ ഷിപ്പുകളൊക്കെ തകർത്തിട്ടുണ്ട്. ഇറാൻ്റെ കുറേ ടാങ്കറുകൾ അല്ലെങ്കിൽ കുറേ വിമാനങ്ങളൊക്കെ പഴയ ഓൾഡ് ജനറേഷൻ വിമാനങ്ങളൊക്കെ തകർത്തിട്ടുണ്ടെങ്കിലും ഡ്രോണുകളെ എണ്ണത്തിൽ ഏകദേശം ഒരു 10-25% മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോഴും ഇറാൻ്റെ കയ്യിലുണ്ട്. റഷ്യയെ പോലുള്ള രാജ്യങ്ങളുടെ സഹായം അതുപോലെ തന്നെ ചൈനയുടെ സഹായം ഇപ്പോഴും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇറാന് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു റിപ്പോർട്ട് വന്നത്, ചൈന കഴിഞ്ഞ 2 ദിവസം ഇപ്പോൾ അമേരിക്ക എന്താ ചെയ്യുന്നത്, അമേരിക്ക അവരുടെ ലോഞ്ചറുകളും അല്ലെങ്കിൽ അവരുടെ ഇതൊക്കെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിലും ബാക്കിയുള്ള സ്ഥലത്തും. ഇസ്രായേലും അതൊക്കെ തന്നെ ചെയ്യുന്നത്. ഇതേ സ്ഥാനത്ത് ചൈനയുടെ 4ഓളം യുദ്ധ ടാങ്കർ വിമാനങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്, ചരക്ക് വിമാനങ്ങൾ ഇറാനിലോട്ട് വന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പലരും പറയുന്നുണ്ട്. അതിൻ്റെ ആധികാരിക എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ഒരുപാട് പേര് ഏകദേശം 4 YU എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വിമാനങ്ങൾ വന്നതായിട്ടാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇത് ഇങ്ങനെ വന്നിട്ടുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറാൻ ഒരു സൈഡിൽ നിന്ന് അവരും റീഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പല ആളുകളും പറയുന്നത്. വലിയ രീതിയിൽ ഡിഫൻസ് സിസ്റ്റങ്ങളും അതുപോലെ തന്നെ മിസൈൽ എന്താ പറയുക സപ്പോർട്ടേഴ്സും മിസൈൽ റോ മെറ്റീരിയൽസും ഒക്കെ, സൗണ്ട് ഭയങ്കരമാണല്ലോ, മിസൈൽ റോ മെറ്റീരിയൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ചൈന ഇറാനിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള പല പോസ്റ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇത്തരം ഇത് വന്നു കഴിഞ്ഞാൽ പോലും അവർ റഡാർ സിസ്റ്റം വരെ ഓഫ് ചെയ്തിട്ടാണ് ചില സ്ഥലങ്ങളിൽ മാത്രം ട്രാക്ക് ചെയ്യാൻ, ഈ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഓൺ ചെയ്യും. അതല്ലാത്ത സമയത്ത് മാക്സിമം മോസ്റ്റ് ഓഫ് ദ സമയം ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഇറാൻ വെറുതെ ഇരിക്കല്ല, നമ്മൾ പറഞ്ഞ പോലെ ഇറാൻ സന്ധി സംഭാഷണത്തിനൊക്കെ അല്ല, അവർക്ക് ചാൻസും ഓപ്ഷൻസും ഒക്കെ കൊടുത്ത സമയത്തും ഇറാനും മാക്സിമം റീഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പം പുറത്തോട്ട് പിന്നെ വന്നിട്ടുള്ളത്. ഇതേ സ്ഥാനത്ത് ഹിസ്ബുള്ള ഇന്നലെ രാത്രി മാക്സിമം വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിലോട്ട് നടത്തിയിട്ടുണ്ട്. കാരണം ലെബനോനിൽ കൊന്നുകൊണ്ടിരിക്കുക, ലെബനോനിൽ ഇങ്ങനെ ഫോട്ടോസ് വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും ദിവസം വെച്ച് കൊന്നുകൊണ്ടിരിക്കുക, ഒരു കാര്യമില്ലാണ്ട് ഹിസ്ബുള്ളയുടെ പേരും പറഞ്ഞിട്ട് ജനങ്ങൾ, അവിടുത്തെ സാധാരണ ജനങ്ങളെ കൊന്നു തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഒരാൾക്കും ഒന്നും വാ തുറക്കാനില്ല, അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനും വാ തുറക്കാൻ ഉണ്ടാത്തൊരവസ്ഥ. പക്ഷേ ഇതേ സ്ഥാനത്ത് ഹിസ്ബുള്ള മാക്സിമം തിരിച്ചടിക്കുന്നുണ്ട്. ഇപ്പം ഈ ഇസ്രായേലിൻ്റെ ഈ ദേഷ്യത്തിനുള്ള കാരണം തന്നെ പറയുന്നത് എന്താണ്, ഹിസ്ബുള്ള നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇസ്രായേലി പട്ടാളക്കാർ അങ്ങോട്ട് കരയുദ്ധത്തിന് വന്നവന്മാരൊക്കെ തീർത്ത് പെട്ടിയിലാക്കി തിരിച്ചു വിട്ടിട്ട് അതിൻ്റെ ദേഷ്യം അത് തീർക്കുന്നത്. അല്ലെങ്കിൽ ഹിസ്ബുള്ളിനെ തകർക്കാൻ പറ്റുന്നൊന്നും ജബ്നത്ത് വിചാരിക്കേണ്ട കാര്യം ഇപ്പോൾ ഇസ്രായേലിനില്ല, നടക്കൂല അവർക്ക്. അപ്പോൾ മാക്സിമം സിവിലിയൻസിനെ കൊന്നിട്ടെങ്കിലും അവരെ പകരം വീട്ടുക എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇത്തരത്തിലുള്ള സിവിലിയൻസിൻ്റെ നേരെ ആക്രമണം നടത്തിയിട്ട് ഇവന്മാർ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതല്ലാത്ത ചില അപ്ഡേറ്റുകൾ പറയുകയാണെങ്കിൽ, ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഏപ്രിൽ 10 ഇന്നലെ ഇസ്രായേലിലെ അഷ്ദോദിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള നാവികസേനാ താവളത്തിന് നേരെ ഹിസ്ബുള്ളയുടെ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഏകദേശം 90 മൈൽ അകലെ മാത്രമാണ് ഈ ലെബനോനും ഈ അതിർത്തിയും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ആക്രമണം അവിടെ നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിന് തിരിച്ച് ഇസ്രായേൽ ഇപ്പുറത്തും ഇതുപോലെ തന്നെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വീണ്ടും ഇറാൻ്റെ പ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, നിലവിലെ ഈ ലെബനോൻ വെടിനിർത്തൽ ഉണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ ഞങ്ങളുടെ എന്താ പറയുക ഫ്രീസ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ വിദേശ രാജ്യങ്ങളിലുള്ള ഇറാൻ്റെ അക്കൗണ്ട്സ്, അതായത് പൈസ എടുത്ത് വെച്ചിട്ടുള്ള കാശുകൾ തിരിച്ചു തരിക. അത് പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ പൈസ ഉള്ളത്. അത് എത്ര വെച്ചാൽ ഞങ്ങൾ അത് കണക്കാക്കി തിരിച്ചു തന്നോളൂ. ഇതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ചർച്ചയിലോട്ട് തന്നെ വരുന്നുള്ളൂ. ഇപ്പോൾ ഇസ്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ പാകിസ്ഥാനിൽ എത്തിയെങ്കിലും ഈ ചർച്ചയ്ക്ക് ഞങ്ങൾ ഹോട്ടലിലോട്ട് വരണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്ന് വീണ്ടും വ്യക്തമായിട്ട് തന്നെ ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള എന്താ പറയുക മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ മറ്റ് ചില കാര്യങ്ങൾ പറയാനുള്ള, UAE നിന്നും ഇറാനിയൻ ദ്വീപിനെ ലക്ഷ്യമാക്കിയിട്ട് എയർബസ് A33243 MRTT എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ധനം നിറയ്ക്കുന്ന അമേരിക്കയുടെ വിമാനങ്ങൾ പറക്കുന്നതായിട്ടുള്ള റഡാർ ചിത്രങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ റഡാർ ട്രാക്കേഴ്സ് വന്നിട്ടുണ്ട്. അതായത് യുദ്ധവും വെടിനിർത്തൽ, ഇറാൻ, US, ഇസ്രായേൽ എന്നിവർക്കിടയിൽ പ്രഖ്യാപിക്കപ്പെട്ട 2 ആഴ്ച താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും മേഖലയിൽ കടുത്ത എന്താ പറയുക പെട്രോളിങ്ങും അതുപോലെ തന്നെ നിരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ദ്വീപ് തർക്കം നമുക്കറിയാം, പണ്ട് മുതലുള്ള ദ്വീപ് തർക്കമാണ്. അതായത് അബു മൂസ, ഗ്രേറ്റർ തുൻബ, ലെസർ തുൻബ, ഗ്രേറ്റർ തുമ്പ, ലെസർ തുമ്പ എന്നീ ദ്വീപുകളെ ചൊല്ലി UAEയും ഇറാനും തമ്മിലുള്ള
തർക്കം കുറേ മുമ്പേ ഉണ്ട്, അതിപ്പോഴല്ല, അത് പണ്ടേ ഉള്ള തർക്കമാണ്. അപ്പം ഈ ഏരിയകളിലൊക്കെയാണ് UAE അല്ലെങ്കിൽ UAE ബേസ് എന്നാണ് അമേരിക്കയുടെ ഇത്തരം വിമാനങ്ങൾ അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ആയിട്ടുള്ള റഡാർ ഇതൊക്കെ കാണുന്നുണ്ട്. അതായത് ടാങ്കർ വിമാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന ഇത്തരം വിമാനങ്ങൾ MRTT സാധാരണ യുദ്ധങ്ങളെ കൂടുതൽ സമയം ആകാശത്ത് തുടരുവാൻ സഹായിക്കുന്ന വിമാനങ്ങളാണ്. അപ്പം ഇതിലൂടെയൊക്കെ യുദ്ധവിമാനങ്ങൾ പോകുന്നതായിട്ടുള്ള റഡാർ സിസ്റ്റം അല്ലെങ്കിൽ റഡാർ പിക്ചേഴ്സ് ഒക്കെ ഇന്നലെ നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടൊക്കെ വേണ്ട രീതിയിൽ, അതായത് 24 hours കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വിമാനങ്ങൾക്ക് വേണ്ട ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിമാനങ്ങൾ ഈ സ്ഥലങ്ങൾ, ഈ പ്രത്യേകിച്ച് ഇറാൻ്റെ ഈ ദ്വീപുകളിലെ അടുത്തൂടൊക്കെ പറക്കുന്നത് എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് പാകിസ്ഥാൻ്റെ ഈ ചർച്ച നടക്കുന്നുണ്ട് എന്നെങ്കിലും മറുവശത്ത് യുദ്ധത്തിന് ഒരു കുറവുമില്ല, അല്ലെങ്കിൽ യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചർച്ച പരാജയപ്പെട്ടു അപ്പടിക്കാൻ വേണ്ടി നിൽക്കുന്ന രീതിയിലാണ് ഇറാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്കയുടെ ബാക്കി വന്നിട്ടുള്ള ബേസുകളിലെ ബാക്കി, അത് പൊളിയാണ്ടിരിക്കുന്ന സ്ഥലത്തെ കുറച്ച് മിസൈലുകളും കാര്യങ്ങളും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഒരു ഒഴിവില്ലാണ്ട് ഇപ്പം ഇറാൻ ഇന്നലെ ഖത്തറിലോട്ടല്ല കുവൈറ്റിലോട്ട് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചില അടി ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ചിലത് ഞങ്ങളല്ല, അത് ഇവന്മാർ തന്നെ അടുപ്പിച്ച് നമ്മൾ തമ്മിൽ തല്ലിക്കാൻ നോക്കുകയാണ്. അതല്ലാണ്ട് അടിക്കുന്നത് ഇറാൻ വ്യക്തമായി പറഞ്ഞത് ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റേ US ബേസിൻ്റെ ഇന്ന സ്ഥലത്തോട്ട് അടിച്ച ഞങ്ങളാണ്. പക്ഷേ വേറെ ചില ആക്രമണങ്ങൾ വരുന്ന സമയത്ത് ഇറാൻ വ്യക്തമായിട്ട് പറയേണ്ട ഞങ്ങളല്ല, അത് നിങ്ങൾ ഇവരെ കൊണ്ട് ആരും കൊണ്ട് അടുപ്പിക്കുന്നതായിരിക്കും, ഞങ്ങളല്ല എന്നും പറയുന്നുണ്ട്. അത് അവിടെ നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു സൈഡിൽ. കാരണം ഈ ബേസുകളിലൊക്കെ എപ്പോഴും ആളുകളുണ്ട്. നമ്മൾ പറഞ്ഞില്ല UAE ബേസ് നിന്നാണ് ഈ അമേരിക്കയുടെ ഈ ടാങ്കർ വിമാനം പൊന്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും കംപ്ലീറ്റ്ലി ഇവർ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അറബികൾ ഒന്നിനും പറ്റാത്ത ഉണ്ണാക്കന്മാരായി പോയതുകൊണ്ടാണ് ഈ ഇത്രയും അവസ്ഥയിലോട്ട് പോകുന്നത്. അറബികൾ സ്ട്രോങ് ആയിരുന്നെങ്കിൽ, അറബികൾ തുടക്കം മുതലേ പൈസ വെച്ചിട്ട് അവർക്ക് വേറെ രീതിയിൽ ഇറാൻ്റെ സഹായം തേടിയാൽ മതിയായിരുന്നു. അമേരിക്കനൊക്കെ ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഉപരോധമില്ലാത്ത രീതിയിൽ ഇറാൻ്റെ സഹായം വർക്കുണ്ടെങ്കിൽ ഇറാനും ഒരുപാട് വലിയ രീതിയിലോട്ട് വരുമായിരുന്നു. അതേപോലെ തന്നെ സപ്പോർട്ട് അറബികൾക്ക് കിട്ടുമായിരുന്നു. അല്ലാണ്ട് ഈ സായിപ്പിൻ്റെ തനിക്കുണം കാണിക്കുന്നവരെ അവന്മാരെ നക്കിയിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അറബികൾക്ക്. ഏതായാലും അത് അങ്ങനെ കായ്പോയി, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, ഏത് ഇമേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരുവിധം എല്ലാത്തിലും വന്നിട്ടുണ്ട്. ഇറാൻ അവരുടെ എന്താ പറയുക, പ്രതിനിധികൾ വരുന്ന സമയത്തെ അവിടെ കൊല്ലപ്പെട്ട 205ഓളം കുട്ടികൾ മരിച്ച ആ കുട്ടികളുടെ ചിത്രങ്ങളും, അല്ലെങ്കിൽ അവരുടെ ആ സമയത്ത് ബോംബിൻ്റെ സമയത്തിൻ്റെ അവരുടെ ബാഗുകൾ, ഷൂകൾ, രക്തം പുരണ്ടിട്ടുള്ള ഇതൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമാധാന ചർച്ചയ്ക്ക് തന്നെ പോകുന്നത്. അവർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായിട്ടുള്ള കുട്ടികളാണ് അവരൊക്കെ. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഇത് കൊണ്ടുവരാനായിരിക്കണം അവരിതിങ്ങനെ ചെയ്തിട്ടുള്ളത്. അവരുടെ ഫോട്ടോസും അവരുടെ ഇമേജസും അവരുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇറാൻ്റെ പ്രതിനിധികൾ ഇപ്പം ഇസ്ലാമാബാദിലോട്ട് ഇതിന് പോയിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ഇമേജസാണ് അവരുടെ പിള്ളേരുടെ ഇമേജസും ബാഗും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണെങ്കിലും ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഈ ചർച്ചയുടെ അനന്തരഫലം എന്തായിരിക്കും എന്നുള്ളതും, അല്ലെങ്കിൽ ഇതിലുള്ള ചതികൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന യുദ്ധത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ. കൂടുതൽ അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.